മകളെ ശ്രദ്ധിച്ചേടാ, ഈ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. താണ്ടേ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ? ലീസ്റ്റ് നമ്പർ വേണം. ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞു ഏതാകുന്ന ചോദ്യത്തിനകത്തും ലീസ്റ്റ് നമ്പർ എന്നൊരു വാക്ക് കണ്ടാൽ അത് ഉദ്ദേശിക്കുന്നത് ആരെ കണ്ടുപിടിക്കാൻ എന്നായിരിക്കാം? LCM ആകുന്ന ആളെ കണ്ടുപിടിക്കൂ എന്നായിരിക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുമ്പോ എന്താ പറഞ്ഞേക്കുന്നത്? ആ ലീസ്റ്റ് ആകുന്ന നമ്പർ 8 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ടും ഡിവിസിബിൾ ആകണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരണം. ഓക്കെ ആണോ? അങ്ങനെ ഡിവിസിബിൾ ആകണം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, 1 റിമൈൻഡർ വരുന്ന രീതിയിൽ ഡിവിസിബിൾ ആകണം. അപ്പോ ആരാണ് ആ ലീസ്റ്റ് ആകുന്ന സംഖ്യ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിമൈൻഡർ 1 ആണെന്ന് ചോദ്യം പറയുമെങ്കിലും റിമൈൻഡർ 0 ആക്കാനുള്ള വഴി ആദ്യമേ നോക്കണം. അപ്പൊ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം വരും. എന്താ അവിടെ ചെയ്യണ്ടേ? ആദ്യമേ 1 കുറയ്ക്കുക എല്ലാ ഉത്തരങ്ങളിൽ നിന്നും. 178 ഇവിടെ എത്രയായി? 358 ഇവിടെ എത്രയായി? 360 ഇവിടെ. ഇനി നമ്മൾ എന്താ മക്കളെ ചെക്ക് ചെയ്യണ്ടേ? ഇനി നമ്മൾ ഓരോ നമ്പറുകളുടെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ LCM ആകുന്ന ആളിനെ ശരിക്കും പറഞ്ഞ സ്ലാഷ് മെത്തേഡ് വഴി കണ്ടുപിടിക്കേണ്ടതായ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചോദ്യം ചോദിച്ചിരിക്കുന്നതാകുന്ന രീതിയിലുള്ള ഒരു ട്രിക്ക് ടിപ്പ് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാത്രം ചെക്ക് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കൂട്ടത്തിൽ 8 എന്ന് പറയുന്ന ഒരാളുണ്ട്, 15 എന്ന് പറയുന്ന ഒരാളുണ്ട്. അതായത് ഒരു ഈവൻ ആകുന്ന നമ്പറും ഉണ്ട്, ഒരു 5-ൽ അവസാനിക്കുന്നതാകുന്ന ഒരു നമ്പറും വരുന്നുണ്ട്. ഇവന്മാരുടെ LCM ആകുന്ന ആൾ ഉറപ്പായിട്ടും ആയ കാരണം കൊണ്ട് തന്നെ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 0 എന്നായിരിക്കും വരിക. അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ആളും ഇവർ രണ്ടുപേരും ഉണ്ടായത് കൊണ്ട് തന്നെ 8 മാത്രമല്ല ഈവൻ, അവിടെ 12 എന്ന് പറയുന്ന ഒരാളും ഉണ്ട് ഈവൻ ആയിട്ട്. എന്തായാലും ഉറപ്പിച്ചോ 15 പിന്നെ ഒരു ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുന്ന ഒരു നമ്പർ ആയിരിക്കും വരിക. അപ്പൊ തന്നെ നമ്മുടെ രണ്ട് ഓപ്ഷനുകളിലെ രണ്ടുപേരെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തനിത്തനിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരുന്നുണ്ടോ റിമൈൻഡർ എന്നങ്ങ് ചെക്ക് ചെയ്താൽ മതി. കാര്യം എന്താ? 1 ആകുന്ന ആളെ കുറച്ചത് റിമൈൻഡർ 0 ആകുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. ഇനി തനിത്തനിയായി ഓരോരുത്തരെ എടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആര് തരുന്നു എന്ന് മാത്രം നോക്ക്. 8 കൊണ്ട് 180 ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് 180 ഡിവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് എങ്ങനെ വരുന്നത്? 8 18നകത്ത് 2 തവണ അടങ്ങും, ബാലൻസ് ഒരു 2 ഉണ്ട്, പിന്നെ 20 ആയി. 20നകത്ത് 2 തവണ 16ന്റെ ബാലൻസ് എന്ന് പറയുന്നത് അവിടെ 4 വരും. റിമൈൻഡർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരുന്നത്. ശരിക്കും പറഞ്ഞാൽ റിമൈൻഡർ എന്തായിരുന്നു വരേണ്ടത്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരുന്ന ആളെന്നായിരുന്നു എടുക്കാൻ പറ്റേണ്ടിയിരുന്നത്. അവിടെ പറ്റിയില്ല. അതുകൊണ്ട് എന്താ? അവനെ എടുക്കാൻ പറ്റില്ല, അവൻ ഉത്തരമാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഒരാളിലേക്ക് നമുക്ക് നീങ്ങാം. അത് 360. ഇവൻ ഓട്ടോമാറ്റിക്കലി എന്താ? 8 കൊണ്ട് പറ്റും, 9 കൊണ്ട് പറ്റും, 12 കൊണ്ടും 15 കൊണ്ടും പറ്റും. 8 കൊണ്ട് പറ്റുന്ന ആളെ നോക്കി വന്നപ്പോൾ ഇത്രയും പേരെ അങ്ങ് മാറി കിട്ടിയില്ലേ? പിന്നെ ഇനി അവശേഷിക്കുന്നത് ഒരാളാ. അപ്പൊ അവൻ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? 3240. എന്താ? 3240 3240. ഇവന്റെ ഫാക്ടറുകളായി വരുന്ന ആളുകൾ ഉണ്ടല്ലോ, ആ ഫാക്ടറുകളാകുന്ന ആളുകളുടെ ഒക്കെ തന്നെ സമ്മ് എന്ന് പറയുന്നത് എന്താകും വരിക? സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാക്ടറുകളാകുന്ന ആളുകളുടെ സം എന്തായിരിക്കും വരിക എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞേ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. എന്ത് ചെയ്യണം മക്കളെ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും 3240 എന്ന് പറയുന്നത് 2/3 ഇൻറ്റു 3/4 ഇൻറ്റു 5/1. ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടറുകളാകുന്ന 2 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 3240 എന്ന് പറയുന്നവൻ ഇങ്ങനെയാകുന്ന ഒരു കോലത്തിലേക്കായി മാറുന്നു. ഇങ്ങനെയാണ് അവനെ കാണാൻ കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? തനിത്തനിയായി ഓരോരുത്തരെ എടുക്കണം. 2ന്റെ ക്യൂബ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ സം ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തനിത്തനിയായി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യും. 2ന്റെ പവർ 0 വന്നാൽ, 2ന്റെ പവർ 1 വന്നാൽ, 2ന്റെ പവർ 2 വന്നാൽ, 2ന്റെ പവർ 3 വന്നാൽ, ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? അത് കഴിഞ്ഞ് 3യുടേതാകുന്ന പവറിനെ നോക്കും. 3/0, അത് കഴിഞ്ഞ് 3/1, അത് കഴിഞ്ഞ് 3/2, അത് കഴിഞ്ഞ് 3/3, അത് കഴിഞ്ഞ് 3/4. മക്കളെ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരുമെന്ന് നോക്കും. ഇനി എന്താ പറഞ്ഞേ? 5 ആകുന്ന ഒരാൾ കൂടി അവിടെ ഇല്ലേ? 5ന്റെ പവർ 0 ഉണ്ട്, അത് കഴിഞ്ഞ് 5ന്റെ പവർ 1 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരുമെന്ന് നോക്കും. തനിത്തനിയായി കൂട്ടുമ്പോൾ എന്ത് കിട്ടുമോ അവന്മാരുടെ പ്രോഡക്റ്റ് എടുത്താൽ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവ് എന്താ പറഞ്ഞത്? ഇത് ഇത്രയും കൂടെ കൂട്ടണം. 2/0 എത്ര മക്കളെ? 1. 2/0 എത്ര? 1. 2/1 2 തന്നെ.
2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ 8 ഇത് ഇത്രയും കൂടെ കൂട്ടി 8 4 12 3 എത്ര വരും പ്രോഡക്റ്റ് സമ്മ വാല്യൂ 15 ഇനി 3 എത്ര 1 3 എത്ര 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര 9 3 ക്യൂബ് എത്ര മക്കളെ 27 3 എത്ര 81 ഇത് ഇത്രയും കൂടെ കൂട്ടെ നമ്മുടെ ആൻസർ എത്ര വരും 121 വരും 5 എന്ന് പറഞ്ഞാൽ 1 5 എന്ന് പറഞ്ഞാൽ 5 മൊത്തം കൂടെ കൂട്ടെ ആൻസർ എത്ര വരും 6 എന്ന് വരും ഞാൻ എന്താ പറഞ്ഞേ നമ്മുടെ ചോദ്യം ചോദിക്കുന്നതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ ഇത് മൂന്നും കൂടെ ഗുണിച്ചാൽ മതി ശരിയല്ലേ ഇനി നമ്മൾ ചെയ്യാനൊരു എളുപ്പ വഴി കൂടെ പറഞ്ഞു ഈ 15 എന്ന് പറയുന്ന ആളിന്റെ ഉള്ളിൽ ആര് കിടപ്പുണ്ട് ഒരു 3 ഒളിഞ്ഞു കിടപ്പുണ്ട് ഫാക്ടർ ആയിട്ട് ഓക്കെ അല്ലേ അതുപോലെ 6 എന്ന് പറയുന്ന ആളിന്റെ ഉള്ളിലും ആര് കിടപ്പുണ്ട് ഒരു 3 ഒളിഞ്ഞു കിടപ്പുണ്ട് ഫാക്ടർ ആയിട്ട് 3 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്ര 9 അതായത് ഈ പറയുന്ന 15നെയും 121നെയും 6നെയും ഗുണിക്കുമ്പോൾ കിട്ടുന്നതാകുന്ന ഉത്തരത്തിന്റെ ഫാക്ടർ ആയിട്ട് ആരവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് 9 എന്ന് പറയുന്ന ആൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും തന്നിട്ടുള്ള ഓപ്ഷനിൽ 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ നോക്കും ദാ നോക്കെ 8 1 9 ഡിജിറ്റ് സമ്മ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വെട്ടിപ്പോകും ഡിജിറ്റ് സമ്മ് 0 തരുന്ന ആൾ ഇവനാ അതുകൊണ്ട് ഇതായിരിക്കും ആൻസർ ഉറപ്പിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ നോക്കുക ഇത് ഡിജിറ്റ് സമ്മ് 2 തരുന്നത് ഇതാകില്ല ആൻസർ ഇവിടെ 8 1 9 വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടി ഇതാ നോക്കെ രണ്ടാമതൊരു ഓപ്ഷൻ കൂടി അന്നേരം ഇവിടേക്ക് വരുന്നുണ്ട് ഇവനും അന്നേരം ആകാം ആൻസർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്തായാലും ഓപ്ഷൻ ഡി ആകില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും മക്കളെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കെ ഇവിടെ ആൻസർ 2 പേരിലേക്കാണ് വിരൽ ചൂണ്ടി നിൽക്കുന്നത് അതായത് ഒന്നുകിൽ ഓപ്ഷൻ സി ആകും അല്ലെങ്കിൽ ഓപ്ഷൻ എ ആകും എന്ന രീതിയിൽ വന്ന് നിൽക്കുക കണ്ടോടാ ദാണ്ടെ ഇവനും വന്നു ഇവനും വന്നു ഇവിടെ ഇനി എന്തെങ്കിലും സാധ്യതകളുണ്ടോ നമുക്ക് ഉത്തരത്തിനകത്തേക്ക് എത്തിക്കാനായിട്ട് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ദാണ്ടെ ഇവിടെ 2 പേരിലും അവസാനം വരുന്ന ആള് 0 അല്ലേ ശ്രദ്ധിച്ചു കേൾക്കണേ അവസാനം വരുന്ന ആള് 0 അല്ലേ ശരിയല്ലേ എന്തായാലും ഇവനും വരില്ല എന്ന് ഉറപ്പിച്ചു ബാക്കി അവശേഷിക്കുന്ന 2 ഓപ്ഷൻസിന്റെ ലാസ്റ്റ് വരുന്ന 0 അല്ലേ 0 അല്ലാതെ തൊട്ടപ്പുറം കിടക്കുന്ന ഡിജിറ്റ് ആരാകാം എന്ന് കണ്ടുപിടിക്കാൻ ഒരു അവസ്ഥയൊന്ന് നോക്കേടാ ചെക്ക് ചെയ്ത് നോക്കേ അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് 15 ഗുണം 121 ഗുണം 6 എന്നല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ അതിനകത്ത് നിന്ന് ഒരു 5 ഗുണം 2 കാരണം വരുന്ന ലാസ്റ്റ് 0-നെ അങ്ങ് മാറ്റ് 15-നകത്ത് നിന്ന് ഞാൻ ആരെ മാറ്റി ഒരു 5-നെ മാറ്റി അവശേഷിക്കുന്ന ഒരു 3-നെ അങ്ങോട്ടേക്കും കൊടുത്തു ഓക്കെ അല്ലേ ഇനി ഞാൻ 6 എന്നതിനകത്ത് അവശേഷിക്കുന്ന ഒരു 2-നെ എടുത്ത് മാറ്റി അതിനകത്ത് അവശേഷിക്കുന്ന 3-നെ ഇങ്ങോട്ട് കൊടുത്തു ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ യൂണിറ്റ് ഡിജിറ്റ് ആകുന്നവൻ ആരായിരിക്കും വരിക എന്ന് ദാ നോക്കേ മക്കളെ 5 ഗുണം 2 എന്ന് പറയുന്നത് 10 അതായത് ഓപ്ഷനിനകത്ത് ലാസ്റ്റ് 0 അങ്ങ് വെട്ടിക്കളയാം ഇനി അവശേഷിക്കുന്ന ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് ആരാന്നറിയാൻ താണ്ടേ 3 ഗുണം 1 ഗുണം 3 9 അടുത്തത് 9-ലാ വരുന്നത് കൺഫേം ആണ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ആണോ മക്കളെ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ചോദ്യത്തിനകത്ത് എന്തുകൊണ്ട് ഈ 121-നെ പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് എന്താ എടാ ചോദ്യം നിസ്സാരമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതാകുന്ന 3 പേരുടെ ഗുണിതഫലമാകുന്ന ഉത്തരത്തിന്റെ ഫാക്ടർ ആയിട്ട് 9 വരുന്നു എന്നൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ ആക്ച്വലി ആ 3 സംഖ്യയും ഗുണിക്കുന്നതിന് പകരം ആ ഫാക്ടർ ആകുന്നവനെ തെരഞ്ഞുകൊണ്ട് ഓപ്ഷനിനകത്തുള്ള എലിമിനേഷൻ നടത്താൻ പറ്റി എന്നാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റി എന്നാണെങ്കിൽ അപ്പോ നമ്മുടെ ഉത്തരം വഴി തെളിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരും നമ്മൾ ആ ഉത്തരമാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടി നമ്മളൊന്ന് ചെയ്തു നോക്കി 5 ഗുണം 2 ആകുന്ന 10 എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മൾ അവിടെ മാറ്റി വേണമെങ്കിൽ 121-നെ എടുത്ത് വേണമെങ്കിലും ചെയ്യാം കൂട്ടത്തിൽ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നും ചെക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും എളുപ്പം നമുക്കറിയാവുന്നത് ഫാക്ടറുകൾ 9 കൊണ്ട് ഡിവിസിബിൾ ആകുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനല്ലേ എളുപ്പം കാര്യം ഡിജിറ്റ് സമ്മ് കയ്യിലിരിക്കല്ലേ ഏറ്റവും എളുപ്പം ഡിജിറ്റ് സമ്മ് അല്ലേ അത് കഴിഞ്ഞല്ലേ ബാക്കിയുള്ളതിന്റെ ഡിവിസിബിലിറ്റി വരും ആയ കാരണം കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ആ ഒരു കാര്യം പിടികിട്ടിയോ എന്താണ് അവസ്ഥ പിടികിട്ടി എന്നാണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ പറയാം മക്കളെ ഈ ഒരു ചോദ്യം ഒന്ന് നോക്കേ ഈ ചോദ്യത്തിനകത്ത് അവരെന്താ പറയുന്നേ ചോദ്യത്തിനകത്ത് അവർ പറയുന്നത് എന്റെ കയ്യിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആകുന്ന ആളിനെ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ആ ഒരു ഗ്രാഫിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ ഇന്റർസെക്ഷൻസ് നടക്കുന്നുണ്ട് എങ്ങനെ വൈ ആക്സിസിനകത്ത് ഇന്റർസെക്ഷൻ വരുന്നുണ്ട് ഒരു പോയിന്റിൽ കണ്ടോടാ വൈ ആക്സിസിനകത്ത് ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പോയിന്റ് അതുപോലെ എക്സ് ആക്സിസിനകത്ത് ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നുണ്ട് എത്ര പോയിന്റ് 2 പോയിന്റ് ഇനി പറഞ്ഞു എന്നാണെങ്കിൽ നമ്പർ ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താ ഈ ചോദ്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്കുണ്ടായേക്കാവുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ആരാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്ന ഓക്കെ അല്ലേ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് ആരാണെന്നുള്ളതാ മക്കളെ മനസ്സിലാക്കൂ എന്താ എന്റെ കയ്യിൽ ഒരു പോളിനോമിയൽ ആകുന്ന ആളിനെ തന്നിട്ടുണ്ട് ഞാൻ ഈ പോളിനോമിയൽ ആകുന്ന ആള് വൈക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എക്സ് ആകുന്ന ആൾക്ക് ഞാൻ എന്തോ ഒരു വില കൊടുത്തപ്പോ എന്റെ പോളിനോമിയൽ ആകുന്ന ആ ആളിന്റെ മൊത്തമാകുന്ന വില സീറോയിലേക്ക് വന്നു. ദാറ്റ് മീൻസ് എന്റെ വൈ ആകുന്ന ആളുടെ വില സീറോയിലേക്ക് വന്നു. അങ്ങനെ വൈ ആകുന്ന ആളിന്റെ വില സീറോയിലേക്ക് വരാൻ എക്സ് ആകുന്ന ആൾക്ക് എന്ത് മൂല്യമാണോ കൊടുത്തത് അവനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഈ സീറോ ഓഫ് ദ പോളിനോമിയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് ആക്സിസിനകത്താണ് ആ ഒരു കാര്യം ഇരിക്കുന്നത്. ശരിയല്ലേ? അവിടെ നമ്മൾ പറയുന്നു എന്താണ്, എക്സ് ആക്സിസിനകത്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാ വേണ്ടേ. എന്താ നമുക്ക് വേണ്ടേ, എക്സ് ആക്സിസിനകത്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാ വേണ്ടേ. ഓക്കെ ആണോ? എക്സ് ആക്സിസിനകത്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് നമുക്ക് വേണ്ടേ. ഓക്കെ ആണോ? അങ്ങനെയുള്ള പോയിന്റുകൾ എക്സ് ആക്സിസുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് അവിടെ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ലൈൻ അങ്ങോട്ട്, ഒരു ഗ്രാഫ് അങ്ങോട്ട് വരയ്ക്കുക. ഞാൻ പറഞ്ഞു എന്താ, എന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന ആളാ. മനസ്സിലാക്കൂ, ഇവിടെ എന്താ മക്കളെ സംഭവിക്കുന്നത്, ഈ ഒരു പോയിന്റിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്, ആ ഒരു പോയിന്റിൽ സംഭവിക്കുന്നത്, ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാ. ഒന്ന് നോക്കേ, ഇവിടെ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുമ്പോൾ വൈയുടെ വില എന്തായി മക്കളെ, ഈ ഒരു പോയിന്റിൽ സീറോ ആയി. വൈയുടെ വില ആ ഒരു പോയിന്റിൽ എന്തായി മക്കളെ, സീറോ ആയി. വൈയുടെ വില ആ പോയിന്റിൽ സീറോ ആകുക എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിനകത്തുണ്ടാകുന്ന ഇന്റർസെക്ഷൻ ആരെ കാണിച്ചു തരും, സീറോ ഓഫ് ദ പോളിനോമിയലിനെ കാണിച്ചു തരും. ശരിയല്ലേ? അതേസമയം അത് വൈക്കകത്താണ് പോയി ഇന്റർസെക്ട് ചെയ്യുന്നതെങ്കിലോ അത് ഒരു കാരണവശാലും സീറോ ഓഫ് ദ പോളിനോമിയലിനെ കാണിച്ചു തരില്ല. സീറോ ഓഫ് ദ പോളിനോമിയലിനെ കാണിച്ചു തരില്ല. അപ്പോ സീറോ ഓഫ് ദ പോളിനോമിയലിന്റെ എണ്ണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? സീറോ ഓഫ് ദ പോളിനോമിയലിന്റെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആക്സിസിനകത്തുള്ള ഇന്റർസെക്ഷൻസ് എത്രയുണ്ടോ അതാണ് സീറോ ഓഫ് ദ പോളിനോമിയലിനെ കാണിച്ചു തരുന്നത്. അതായത് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ ചോദ്യപ്രകാരം ആ ഗ്രാഫിന് എത്ര പേരുണ്ടാകും, 2 പേരുണ്ടാകും. കാര്യം എക്സ് ആക്സിസിനകത്ത് നടക്കുന്ന ഇന്റർസെക്ഷൻസ് എന്ന് പറയുന്നത് എത്ര എണ്ണം മാത്രം, 2 എണ്ണം മാത്രം. കണ്ടോ സംഗതി മനസ്സിലായോടാ മകളെ? ദാണ്ടേടാ ഈ ചോദ്യം ഒന്ന് നോക്കേ. ഈ ചോദ്യത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാനാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കേ. ഇഫ് ദ സം ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 3x² മൈനസ് kx പ്ലസ് 6 ഈസ് 3. എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ എക്സ് ആകുന്ന ആൾക്ക് വില കൊടുക്കുമ്പോ നമുക്ക് മൊത്തമാകുന്ന പോളിനോമിയലിന്റെ മൂല്യം 0 മാറുന്നു. അങ്ങനെയാണെങ്കിൽ കൊടുക്കുന്ന എക്സ് ആകുന്നവനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് വിളിക്കും. അങ്ങനെയുള്ള എത്ര സീറോസ് ഉണ്ടാകും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിന് മക്കളെ? ക്വാഡ്രാറ്റിക് ഇക്വേഷനിനകത്ത് എത്ര സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഉണ്ടാകും? 2 സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഉണ്ടാകും. ഒരാളെ നിങ്ങൾക്ക് ആൽഫ എന്ന് വിളിക്കാം, മറ്റേ ആളെ നിങ്ങൾക്ക് ബീറ്റ എന്ന് വിളിക്കാം. ഇവന്മാരെ 2 പേരെയും റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാകുന്ന 3x² മൈനസ് kx പ്ലസ് 6 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ റൂട്ടുകളാകുന്ന 2 പേരാണ് ആൽഫയും ബീറ്റയും എന്നാണെങ്കിൽ ഇവരെ 2 പേരെയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 3 എന്ന ഉത്തരമാണ് വരുന്നത് എന്നാണ് ചോദ്യം പറയുന്നത്. ഓക്കെ ആണോ? കൂട്ടുമ്പോൾ 3 ആകുന്ന ഉത്തരമാണ് വരുന്നത് എന്നാ ചോദ്യം പറയുന്നത്. എന്നാണെങ്കിൽ കെയുടെ മൂല്യം എന്താണെന്ന് കണ്ടുപിടിക്കൂ. കെയുടെ മൂല്യം എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിനു മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ആ ജനറലൈസ്ഡ് ആകുന്ന ഇക്വേഷനെ അങ്ങോട്ട് പഠിച്ചെടുക്കാം. എന്താണ് മക്കളെ അവിടുത്തെ ജനറലൈസ്ഡ് ആകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ജനറൽ ആയിട്ട് ഒരു പോളിനോമിയൽ, അതും ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ax² പ്ലസ് bx പ്ലസ് c. ഇതിനകത്ത് എക്സ് ആകുന്ന ആൾക്ക് മൂല്യം കൊടുക്കുമ്പോൾ ഇവന്റെ മൊത്തമാകുന്ന മൂല്യവും എന്തായി മാറും? 0 മാറും. ആ സമയത്ത് ഞാൻ എക്സിന് കൊടുത്തതാകുന്ന ആളുകൾ ആൽഫയും ബീറ്റയുമാണ്. അതായത് അവനെ നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്നോ അല്ലെ റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ എന്നോ വിളിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാകുന്ന ആൾ എന്ന് പറയുന്നത് ജനറലി ആരായിരിക്കും മക്കളെ? അത് -b/a ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന ആള് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? c/a ഈക്വൽ ആയിരിക്കും. ഇതാണ് ജനറൽ ഫോമിനകത്ത് നിന്ന് പഠിക്കാനുള്ളതാകുന്ന റൂട്ട്സ് മുഖാന്തരമുള്ള 2 ഇക്വേഷൻസ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് c/a എന്നാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ആരെ മാത്രം മതി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ? ഈ ആദ്യത്തെ ആളിനെ മാത്രം മതി. എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? റൂട്ടുകളുടെ സമ്മ് 3 ആണ്. ഓക്കെ അല്ലെ? ഇനി റൂട്ടാകുന്ന ആളിന്റെ ആൽഫ പ്ലസ് ബീറ്റയുടെ മൂല്യം എന്ന് പറയുന്നത് 3 സമ്മതിച്ചു. ആ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? -b/a കണ്ടുപിടിക്കാം. ശരിയല്ലേ? ഇവിടെ ബിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -k. എപ്പോഴും സൈൻ കൂടി വേണം പരിഗണിക്കാൻ. ആരാടാ ബിയുടെ സ്ഥാനത്തുള്ള? -k. അപ്പൊ ഇതെന്തായി? -b/a അല്ലേ? ബിയുടെ മൂല്യം ബിയുടെ മൂല്യം എന്താ? -k ഡിവൈഡഡ് ബൈ എന്താണ്? എയുടെ മൂല്യം എത്രയാ മക്കളെ? 3 ആണ്. കണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് മൈനസ് എന്താകും? +k ആകും. ഈ 3 ആകുന്നവനെ നമുക്ക് എന്ത് ചെയ്യാം?
ക്രോസ് ചെയ്തങ്ങ് അപ്പുറത്തേക്ക് പറഞ്ഞു വിടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ ആരെ തരും? k = 9 എന്ന ആളിനെ തരും. പിടികിട്ടിയോ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 9 ആണ്. ആരുടെ മൂല്യം? കെയുടെ മൂല്യം. ഓപ്ഷൻ ഡി ആണ് കെയുടെ മൂല്യം. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഈ ചോദ്യം ഒന്ന് നോക്കേടാ. ഈ ഒരു ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ആൽഫയും ബീറ്റയും ആകുന്ന രണ്ട് റൂട്ടുകളുണ്ട്. ഏത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്? x² - x - 1 = 0ക്ക്. ഈ ഒരു പോളിനോമിയലിന്, ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ റൂട്ടുകൾ ആൽഫയും ബീറ്റയും എന്നാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ആൽഫ ബൈ ബീറ്റ, ബീറ്റ ബൈ ആൽഫ എന്നിങ്ങനെയാകുന്ന റൂട്ട് വരുന്ന ഒരാളിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കാമോ എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ജനറൽ ഫോർമുല അറിയണം. എന്താ അറിയണ്ടേ? ജനറൽ ഫോർമുല എന്താണ് എന്ന് അറിയണം. എന്തിന്റെ? ക്വാഡ്രാറ്റിക്കിന്റെ ജനറൽ ഫോർമുല. ഒരു പോളിനോമിയലിന്റെ ജനറൽ ഫോർമുല എങ്ങനെ എഴുതണ്ടേ? x² മൈനസ് റൂട്ടുകളാകുന്ന ആളുകളുടെ എന്തെഴുതണം? റൂട്ടുകളാകുന്ന ആളുകളുടെ സമ്മ് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു എക്സ് എഴുതണം. ഇനി ഇവിടെ എന്തുണ്ട്? പ്ലസ്. ഇവിടെ എന്താ എഴുതേണ്ട മക്കളെ? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇതാണ് സാധാരണയാകുന്ന ഒരു ജനറലൈസ്ഡ് ആകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യം x² എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും? റൂട്ട്സ് സം എഴുതും. റൂട്ടുകളാകുന്ന ആളുകളുടെ സം എഴുതും ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എഴുതും. ഇതാണ് ജനറലൈസ്ഡ് ആകുന്ന ആരുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് തന്നെ ഇവിടേക്കും വരും. എന്താ നമ്മൾ പഠിച്ചേ? നമുക്കറിയാം ഈ ഒരു ക്വാഡ്രാറ്റിക്കിനകത്ത് നിന്ന് നമുക്ക് ആ റൂട്ടുകളാകുന്ന ആൽഫയും ബീറ്റയും ആരാണെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കണം. അതായത് ആൽഫയും ബീറ്റയും ആരാണെന്നില്ലെങ്കിലും ആൽഫ പ്ലസ് ബീറ്റ ആരാണെന്നൊരു ധാരണ ഉണ്ടാക്കണം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a അല്ലേ? ഇവിടെ -1ഉം ഇവിടെ 1ഉം ആ വരുന്നത്. അപ്പൊ എന്ത് വരും? b/a എന്ന് പറയുന്നത് എങ്ങനെയാവും മക്കളെ? -b/a എന്ന് പറയുന്നത് എന്താ? -1 ഡിവൈഡഡ് ബൈ എത്ര എന്ന് വരും ഇവിടെ? എയുടെ വാല്യൂ 1 അല്ലേ? സോ എന്റെ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. അതായത് ഞാനിപ്പോ എന്താ പറഞ്ഞത്? ആൽഫ പ്ലസ് ബീറ്റയുടെ മൂല്യം തന്നിട്ടുള്ള ചോദ്യത്തിലെ ക്വാഡ്രാറ്റിക്കിന് എന്താ വരുന്നത്? 1 എന്നാ വരുന്നത്. പഠിച്ചേ. ഇനി നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? പ്രോഡക്റ്റ്. അത് c/a. ഇവിടെ c എത്ര വരുന്നത്? -1. a എത്രയാ? 1. അതായത് എന്റെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന ആൾ എത്ര മക്കളെ വരുന്നത്? -1. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചോ? ഇനി നമ്മൾ മനസ്സിലാക്കിയ ജനറൽ ഫോർമുലയ്ക്ക് അകത്തേക്ക് വാ. നമ്മൾ പഠിച്ചതിന് പ്രകാരം ജനറൽ ഫോർമുല എന്ന് പറയുന്നത് x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്നല്ലേ? ഇനി എങ്ങനെ വരണം ഇവിടെ ഉത്തരം എന്നുള്ളത് ഇങ്ങനെ പറയാം. എന്താ? തന്നിട്ടുള്ളതാകുന്ന ക്വാഡ്രാറ്റിക്കിൽ നിന്ന് ആ പുതിയ ചോദ്യം ചോദിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തേക്ക് എത്തണം. പക്ഷേ എന്താ പ്രത്യേകത? ഈ കിട്ടിയിട്ടുള്ള ആൽഫയിലും ബീറ്റയിലും ആകുന്ന രീതിയിലാണ് എന്ത് നിൽക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള പുതിയ ഇക്വേഷനിന്റെ ആ ഒരു റൂട്ട്സുകൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സം, ഇങ്ങനെയാകുന്ന ഒരാളിന്റെ സം എന്ത് വരുമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഇവന്മാരെ അങ്ങ് കൂട്ടണം. ഓക്കെ ആണോ? കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? അവിടെ ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ എന്നാകും. LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? α² പ്ലസ് β² ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് വരും. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അതിനെ ഒന്ന് ജനറലൈസ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി എന്താ? നമ്മൾ നേരത്തെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുത്തു. അതുപോലെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുത്തില്ലേ? അതുപോലെ ഈ തന്നിട്ടുള്ള പുതിയതാകുന്ന നമ്മൾ കണ്ടെത്തേണ്ടതാകുന്ന ഇക്വേഷനകത്തെ റൂട്ടുകളുടെ സമ്മ് അതെന്താ? ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ അല്ലേ? അവനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? α² പ്ലസ് β² ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് വരും. ശരിയല്ലേ? ഇതിനകത്ത് ആൽഫ ഇൻറ്റു ബീറ്റയുടെ മൂല്യം -1 എന്നാണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ α² പ്ലസ് β² മൂല്യം നമുക്ക് അറിയില്ല. അവനെ എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ പ്ലസ് ബീറ്റ കയ്യിലില്ലേ? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ വരും? α² പ്ലസ് β² പ്ലസ് 2 ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ മക്കളെ? -1 ആണെന്ന് അറിയാം. ഈ -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് ചോദ്യത്തിലുണ്ടല്ലോ? 1. അപ്പോ ശരിക്കും പറഞ്ഞാൽ α² പ്ലസ് β² മൂല്യം എന്താകും? 1ന്റെ സ്ക്വയർ ആകുന്ന 1a പ്ലസ് ഈ -2 അപ്പുറം ചെല്ലുമ്പോഴാകുന്ന 2. 1 + 2 = എത്ര വരും? 3 എന്ന് വരും. ഓക്കെ ആണോ? 1 + 2 = എത്ര എന്ന് വരും മക്കളെ? 3 എന്ന് വരും. ശരിയാണോ? അതായത് നമുക്ക് കിട്ടി α² പ്ലസ് β² ആകുന്നവന്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 3
ആണ് എന്ന് മനസ്സിലായി. അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന 3/-1 ആണ്. ദാറ്റ് വിൽ ബി ആൻസർ എന്തായി മാറി? -3 ആയി മാറി. ഓക്കെ ആണോ? ആൻസർ എന്തായി മാറി? -3 ആയി മാറി. ഇനി അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. പ്രോഡക്റ്റ് നമുക്ക് ഈ കിട്ടിയേക്കുന്ന ആളെന്ന് പറയുന്നത് ആരാ? സമ്മ. നമ്മൾ പറഞ്ഞ ജനറൽ ഇക്വേഷനിലെ സമ്മിന്റെ സ്ഥാനത്ത് എഴുതേണ്ടതാ ഇവൻ. ഇനി പ്രോഡക്റ്റിന്റെ സ്ഥാനത്ത് എഴുതേണ്ടത് ആരാ? അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ആൽഫ ബൈ ബീറ്റയാണ് ഒരു പ്രോഡക്റ്റ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കണ്ടുപിടിക്കേണ്ട ആൾക്ക്. രണ്ടാമത്തെ ആള് ബീറ്റ ബൈ ആൽഫയ. എല്ലാം വെട്ടിപ്പോവും. ആൻസർ 1 എന്നാ വരുന്നത്. ശരിയല്ലേ? ഇനി അതിനെ ജനറൽ ഫോർമുലയ്ക്ക് അകത്തേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. എന്താ മക്കളെ? ആദ്യം ജനറൽ ഫോർമുല പറഞ്ഞേ. ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് അത് കഴിഞ്ഞ് സമ്മിന്റെ മൂല്യം എഴുതണം. അത് കഴിഞ്ഞൊരു എക്സ്, അത് കഴിഞ്ഞ് പ്ലസ് ആരുടെ മൂല്യം എഴുതണം? പ്രോഡക്റ്റിന്റെ മൂല്യം എഴുതണം. ഒന്ന് പറഞ്ഞേടാ, സമ്മിന്റെ മൂല്യം എത്രയാ? എക്സ് സ്ക്വയർ മൈനസ് സമ്മിന്റെ മൂല്യം -3. -3 എഴുതി, -3 എഴുതി, -3 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റിന്റെ മൂല്യം എത്രയാ? പ്രോഡക്റ്റിന്റെ മൂല്യം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 1. ഓക്കെ ആണോ? ഇത് മൈനസും മൈനസും കൂടെ എന്താവും? ഇവിടെ പ്ലസ് ആകും. അതായത് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നായി മാറും. കണ്ടോ? നമ്മുടെ ചോദ്യത്തിന്റെ റൂട്ടുകളാകുന്ന ആളുകളിലൂടെയുള്ള കണക്ഷനാണ് രണ്ടാമത്തെ ഇക്വേഷനകത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിലൂടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? -b/a c/a എന്നുള്ളൊരു കണക്ഷൻ വെച്ചിട്ട് നമ്മൾ ആലോചിച്ചു. ആൽഫ പ്ലസ് ബീറ്റയാണ് -b/a, ആൽഫ ഇൻറ്റു ബീറ്റയാണ് c/a. ഈ ഒരു കണക്ഷൻ വെച്ച് ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷനെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു. ആ ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത് ചോദ്യം കണ്ടുപിടിക്കാൻ പറയുന്ന ഇക്വേഷനകത്തേക്ക് വരാനുള്ള വഴി കണ്ടുപിടിച്ചു. അതാണ് സം ആകുന്ന ആൾ ഇതാണ്, പ്രോഡക്റ്റ് ആകുന്ന ആൾ എന്താണ്, അതിനെയും കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായി മാറും? ഓപ്ഷൻ ഡി ആയി മാറും. ഓക്കെ ആണോ? ഇത്രയും ആകുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? എന്താണ് അവസ്ഥ? കാര്യങ്ങൾ പിടികിട്ടിയോ?